എന്തായാലും 1099ഓടെ ക്രൂസേഡുകാരുടെ കീഴിലായ ജെറുസലേം, അതിനുശേഷം വന്ന അയൂബദ് ഡൈനാസ്റ്റിയിലെ സലാഹദ്ദീൻ തിരിച്ചു പിടിക്കുകയാണ്. ഇതായിരുന്നു ആ സമയത്തുള്ള പ്രിൻസിപ്പിയാലിറ്റീസ്, അതായത് നാട്ടുരാജ്യങ്ങൾ. ഈ ക്രൂസേഡർ സ്റ്റേറ്റുകൾ എന്ന് പറയും. 4 ക്രൂസേഡർ സ്റ്റേറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് കൗണ്ടി ഓഫ് എഡിസ മേലെയുള്ളത്, പിന്നെയുള്ളത് പ്രിൻസിപ്പിയാലിറ്റി ഓഫ് ആൻറ്റിയോക്ക്. നേരത്തെ പറഞ്ഞ ആൻറ്റിയോക്കിൻ്റെ സീജൊക്കെ കാര്യമായിട്ട് നടന്ന സ്ഥലമാണത്. പിന്നെ ഉള്ളത് കൗണ്ടി ഓഫ് ട്രിപ്പോളി, ഇപ്പോഴത്തെ മോഡേൺ ലെബനൻ്റെ ഭാഗമാണ്. എന്നാലും അത് ആക്ച്വലി അത് ആ സമയത്തല്ല, 1098 സമയത്തല്ല ഇത് ഈ പറയുന്ന കൗണ്ടി കിട്ടിയത്. 1102 ഒരു 100 കൊല്ലത്തിന് ശേഷമാണ് അത് അങ്ങനത്തെ ഒരു നാട്ടുരാജ്യം സ്ഥാപിതമായത്. പക്ഷെ എന്തായാലും അവരുടെ മെയിൻ വിലപിടിച്ചതായിരുന്ന കിങ്ഡം ഓഫ് ജെറുസലേം അവർക്ക് കിട്ടുന്നത് 1099 കിട്ടുന്നുണ്ട്. ഏകദേശം 100 കൊല്ലത്തോളം അവരുടെ കയ്യിൽ ഇരിക്കുകയുണ്ടായി. പിന്നെ അത് ആസ്കലോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗാസ സ്ട്രിപ്പിൻ്റെ ഭാഗമാണ്. ഒരു പുരാതന നഗരമായിരുന്നു അത്. എന്തായാലും ജെറുസലേം ഉള്ള ഇവിടെ ഈ ഇപ്പോഴത്തെ മോഡേൺ ഇസ്രായേലിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഭൂപടം നമുക്കിവിടെ കാണാൻ കഴിയും. അത് മുഴുവനും കിങ്ഡം ഓഫ് ജെറുസലേമായിട്ട് ഈ ക്രൂസേഡ് സ്റ്റേറ്റായിട്ട് മാറുകയാണ്. അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അക്ര എന്ന് പറയുന്ന പോർട്ടായിരുന്നു. അക്രയുടെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇവിടെ ടയർ എന്ന് പറയുന്ന TYRE എന്ന് പറയുന്ന ഒരു ലെബനോൺ സിറ്റിയുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഓൾമോസ്റ്റ് ഇപ്പോഴത്തെ മോഡേൺ ഇസ്രായേലിൻ്റെ അതിരും ഇങ്ങനെ തന്നെയാണ്. അക്രയിൽ നിന്ന് കുറച്ച് മുകളിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് ഡാൻ തൊട്ടിട്ട് ബീർഷബ വരെ ഉള്ള സ്ഥലമാണ് അവർ ഇസ്രായേലായിട്ട് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ഇസ്രായേലിൽ ഇവിടെ ഉള്ള ഐലാറ്റ് എന്ന് പറയുന്ന ഗൾഫ് ഓഫ് അക്കബയുടെ തൊട്ടടുത്ത് വരുന്ന ഈ ചെറിയൊരു തീരവും അവർക്കുണ്ട്. ഈ ഭാഗത്ത് മുഴുവനും ഇപ്പം മോഡേൺ ഈ ഭാഗത്ത് മുഴുവൻ ഈ നദിയുണ്ടല്ലോ, ജോർഡൻ നഴി ഒഴുകിയിട്ട് ഇവിടെ ഡെഡ് സീയിലെത്തുന്നുണ്ട്. അതിൻ്റെ വലത്ത് സൈഡ് മുഴുവനും ജോർഡനാണ്. ഈ പറഞ്ഞ 4 ക്രൂസൈഡ് സ്റ്റേറ്റുകളും പിന്നെ തിരിച്ചു പിടിക്കുന്നത് അയൂബിദ് എന്ന് പറയുന്ന ഒരു പുതിയ ഡൈനാസ്റ്റിയാണ്. അയൂബിദ് ഡൈനാസ്റ്റിയുടെ പിക്ചറാണ് നമ്മൾ കാണുന്നത്. 1193 ആകുമ്പോഴേക്കും ഈ യെല്ലോയിൽ കാണുന്ന പഴയ ഫാത്തിമിഡ് എംപയറിൻ്റെ ഭാഗങ്ങളും ജെറുസലേമിൻ്റെ ഭാഗങ്ങളും പിന്നെ ഇങ്ങനെ കാണുന്ന സിറിയയുടെ ഭാഗങ്ങളും ഈ ജെറുസലേമിലെ ഈ 3 പ്രിൻസിപ്പൽ നാട്ടുരാജ്യങ്ങൾ നമുക്ക് ക്രൂസൈഡ് സ്റ്റേറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതൊഴിച്ചുള്ള കാര്യങ്ങളൊക്കെ അയൂബിദ് ഡൈനാസ്റ്റിയിലെ സലാഹദ്ദീൻ പിടിച്ച് അടക്കുകയാണ്. അപ്പോൾ ഒരു 3ാമത്തെ ക്രൂസൈഡിൻ്റെ സമയമാകുമ്പോഴായിരിക്കും അവർ തിരിച്ച് അടക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ജെറുസലേം തിരിച്ച് കൊണ്ടുവരുന്നത് 1191 ആ ബാറ്റിലിന് ശേഷം ഈ സലാഹദ്ദീൻ എന്ന് പറയുന്നത്, സലാദിൻ എന്ന് ഇംഗ്ലീഷുകാരൊക്കെ പറയും. അപ്പോൾ സലാദിൻ SALADIN സലാഹദ്ദീൻ എന്ന് പറയുന്ന അയൂബിദ് ഡൈനാസ്റ്റിയിലെ ഇസ്ലാമിക് ഖലീഫയാണ് ഇത് തിരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ അവസാനം തിരിച്ച് ഡൊമിനിയൻസ് ഓഫ് സലാഹദ്ദീൻ എന്നുള്ള രീതിയിൽ പോകുന്നു. പ്രിൻസിപ്പിയാലിറ്റി ഓഫ് ആൻറ്റിയോക്ക് ബാക്കിയാവുന്നു. കൗണ്ടി ഓഫ് ട്രിപ്പോളിയും ബാക്കിയാവുന്നുണ്ട്. പിന്നെ ഈ സൈപ്രസും എടുക്കുന്നില്ല. അപ്പോൾ ഇത് പലപ്പോഴും ഇവിടെ നിന്നൊക്കെ തിരിച്ച് ക്രൂസൈഡേഴ്സിന് തിരിച്ച് അവിടെയുള്ള ഫ്രാൻസിൽ നിന്ന് വന്ന ഫ്രാങ്കുകളെയൊക്കെ തിരിച്ചയക്കുമ്പോൾ അവർ പലപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഈ ബൈസാനിയൻ എംപയറിൻ്റെ കീഴിൽ തന്നെ ഉണ്ടായിരുന്ന സൈപ്രസ് ദ്വീപിലേക്കാണ്. അപ്പോൾ എന്തായാലും 1187 ആയപ്പോൾ സലാഹദ്ദീൻ റീക്യാപ്ചേഴ്സ് ജെറുസലേം. അപ്പോൾ സലാഹദ്ദീൻ്റെ വേർഡ് നമുക്ക് കാണാൻ പറ്റും. ടു അസ് Jerusalem is as precious as it is to you, because it is the place from where prophet made his journey by night to heaven. Do not dream that we will give it up to you. അപ്പോൾ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ജെറുസലേമിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് ജീസസ് ജനിച്ച് വളർന്ന സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് അതിനോട് കണക്ഷൻ ഉണ്ടാവും. ഹോളി സെപ്പൽക്കർ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിനോട് കണക്ഷൻ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്കും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള നഗരമാണ് ജെറുസലേം. കാരണം ഇവിടെ നിന്നാണ് നൈറ്റ് ജേണി, ഈ പ്രവാചകൻ മുഹമ്മദ് നൈറ്റ് ജേണിയിൽ ബുറാഖ് എന്നുള്ള വിങ്ഡ് ക്രീച്ചറിൻ്റെ മേലെ കയറിയിട്ട് ഫൗണ്ടേഷൻ റോക്കിൽ തൊട്ടിട്ട് ആ ഇപ്പോഴത്തെ മോഡേൺ ഡോം ഓഫ് ദി റോക്കിൻ്റെ താഴെയുള്ള ഫൗണ്ടേഷൻ റോക്കിൽ തൊട്ടിട്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി ദൈവത്തെ കണ്ടു എന്നാണ് പറയുന്നത്. അതിനാൽ ആ അലക്സ മോസ്ക് അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറ്റ് പ്രവാചകന്മാരുടെ കൂടെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങൾക്കും അത് പ്രഷ്യസ് ആണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് സലാഹദ്ദീൻ പറയും. ആ സമയത്തുള്ള അയൂബിഡ്സിൻ്റെ
ഇതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ കാണുന്ന സെൽജൂക്സ് അങ്ങ് ചെറുതായി കഴിഞ്ഞിരിക്കുന്നു. സെൽജൂക്സ് കുറച്ചും കൂടെ ഈ ഭാഗത്തുള്ള നൈസിയൻ്റെ റൈറ്റ് സൈഡിലൊക്കെ മെല്ലെ ബിസൻ എംപയർ തിരിച്ച് പിടിച്ചു കഴിഞ്ഞു. എന്താണ് ആ പേർപ്പിൾ നിറത്തിൽ നമുക്ക് കാണാൻ കഴിയും. പച്ച നിറത്തിൽ വീണ്ടും സെൽജൂക്സിൻ്റെ ആ സാമ്രാജ്യം ഇങ്ങനെ കുറഞ്ഞു കൊണ്ട് സലാഹുദ്ദീൻ്റെ അയ്യൂബിദ് സാമ്രാജ്യം വരുന്ന ഒരു കാഴ്ചയാണ്. ഈ ഇസ്ലാമിക് ഖലീഫുകളായിട്ട് അവർ വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ ഈ സ്പെയിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ രാജ്യങ്ങളും കൂടിയിട്ട് അൽ മൊഹാദ്സ് എന്നുള്ള രീതിയിൽ ഇവിടെ വരുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് ഒരു ഖലീഫയായിട്ട് അവരോധിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു തിരിച്ചു പിടിക്കുന്ന ജെറുസലേം വീണ്ടും തിരിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ തന്നെ പോകുന്നു. ഈ അങ്ങനെ തിരിച്ചു പിടിച്ചതിന് ശേഷം ആ സമയത്ത് റിച്ചാർഡ് ദ ലയൺ ഹാർട്ട് എന്ന് പറയുന്ന റിച്ചാർഡ് വൺ ഓഫ് ഇംഗ്ലണ്ട് 1189 മൂന്നാമത്തെ ക്രൂസൈഡ് നയിക്കാനായിട്ട് സ്വയം എത്തുന്നു. പക്ഷേ അദ്ദേഹം എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലാവും ഇത് അവർക്കും ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്ഥലമാണ്, ഒരു ട്രൂസാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആവുക എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതിന് ശേഷം അദ്ദേഹം ഒരു സെറ്റിൽമെൻറ്റ് നെഗോഷിയേറ്റ് ചെയ്ത്, അല്ലാതെ പോപ്പിന് വേണ്ടി മരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ റിച്ചാർഡ് വൺ അദ്ദേഹം ഈ സലാഹുദ്ദീനുമായിട്ട് ഒരു സെറ്റിൽമെൻറ്റ് തന്നെ മുദ്രിക്കുകയും അദ്ദേഹത്തിൻ്റെ മകളെയോ മറ്റോ ഇദ്ദേഹത്തിൻ്റെ ആരുമായിട്ട് കല്യാണം കഴിച്ച് കൊടുപ്പിക്കാൻ വരെ അദ്ദേഹം റെഡി ആയിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു സെറ്റിൽമെൻറ്റിലേക്ക് മൂന്നാമത്തെ ക്രൂസൈഡ് ആകുമ്പോഴത്തേക്കും 1195 ആ ക്ലെയർമോണ്ടിൽ വെച്ച് പോപ്പ് അർബൻ II നടത്തിയ പ്രസംഗത്തിന് ശേഷം 1099 ജെറുസലേം പിടിച്ചെടുത്തതിന് ശേഷം പിന്നെ 1187 സലാഹുദ്ദീൻ അത് തിരിച്ച് ഓൾമോസ്റ്റ് ഒരു 100 ഇയേഴ്സിന് ശേഷം 90 ഇയേഴ്സിന് ശേഷം അത് തിരിച്ചെടുത്തതിന് ശേഷം 1189 ആകുമ്പോഴത്തേക്കും റിച്ചാർഡ് ദി ലയൺ ഹാർട്ട് വന്നിട്ട് തിരിച്ച് ആ നഗരം ഞങ്ങൾക്ക് വേണ്ട, നമ്മൾ ഒരു സെറ്റിൽമെൻറ്റ് അവിടെ നമുക്ക് ചെയ്യാം. ഇത് പ്രശ്നം തുടങ്ങിയത് പണ്ട് അനറ്റോളിയയിലെ സെൽജുക് ടർക്സിനെ പറ്റിയുള്ള പ്രശ്നവും പിന്നെ ജെറുസലേം തിരിച്ച് ഇസ്ലാമിലേക്ക് മുസ്ലിംസിലേക്ക് കൈകളിലേക്ക് പോയി എന്നുള്ളതായിരുന്നല്ലോ വലിയ പ്രശ്നം. പിന്നെ അതിനു മുമ്പ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന സെൽജുക് ടർക്സുകൾ വന്നപ്പോൾ അവർ ക്രിസ്ത്യൻ തീർത്ഥാടകർക്ക്, ക്രിസ്ത്യൻ പിൽഗ്രിംസിന് ഫ്രീ മൂവ്മെൻറ്റ് കൊടുക്കുന്നില്ല, ജെറുസലേമിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ല, അവരുടെ അടുത്ത് നിന്ന് കരം പിരിക്കുന്നു, ഇതൊക്കെയായിരുന്നല്ലോ പ്രശ്നം. ആ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ശ്രമമാണ് റിച്ചാർഡ് വൺ ഓഫ് ഇംഗ്ലണ്ടും സലാഹുദ്ദീനും തമ്മിൽ നടത്തുന്നത്. അതുകൊണ്ട് ഒരു ഫോർത്ത് ക്രൂസൈഡ് ആകുമ്പോഴത്തേക്കും 1193 ആകുമ്പോഴത്തേക്കും പോപ്പ് ഇന്നസെൻറ്റ് III പോപ്പിന് തന്നെ ഫോർത്ത് ക്രൂസൈഡ് ചെയ്യേണ്ടി വരും. പക്ഷേ അതോടെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംബിഷൻസ് പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം നേരത്തെ പറഞ്ഞത് അവിടുത്തെ എംപറർ ഓഫ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എംപയറിലെ ഈസ്റ്റേൺ ബിസാന്റിൻ എംപയറിലെ അവിടുത്തെ എംപറർ പറയാണ് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടുത്തെ പോപ്പ് അർബൻ II ഈ അംബാസിഡറെ അയക്കുന്നത്. രക്ഷിക്കാൻ നമ്മുടെ ഈ സെൽജുക് ടർക്സിൻ്റെ പ്രഷർ വളരെ കൂടുതലാണ്, അവർ ലാൻഡ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോപ്പിലേക്ക് അവിടുത്തെ എംപറർ അയക്കുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ഓൾറെഡി 1054 ആ സ്കിസം നടന്നിട്ടുണ്ട്, അവർ തമ്മിലുള്ള ഡിഫറൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംബിഷൻസ് കൂടി ഉണ്ടായിരുന്നു, ഈ ഭാഗം കൂടി തിരിച്ചെടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ആംബിഷൻ എപ്പോഴും പോപ്പിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ നാലാമത്തെ ക്രൂസൈഡ് സ്വയം ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അവസാനം ഈ ജെറുസലേമിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ട്രൂപ്സിനെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും ആ സിറ്റിയെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. 1204 ആകുമ്പോഴത്തേക്കും ആ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിക്കപ്പെടുകയും അതോടെ ഈ സ്കിസം കംപ്ലീറ്റ്ലി പൂർത്തിയാവുന്നു. കാരണം ഇത് അതുവരെ ഉണ്ടായിരുന്ന ഒരു തിയോളജിക്കൽ സ്കിസമായിരുന്നെങ്കിൽ ആക്രമിക്കപ്പെടുന്ന ആക്രമികളായിട്ട് മാറുന്നു ഈ റോമൻ കാത്തലിക് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ആളുകൾ. അതിനാൽ ആ സ്കിസം കംപ്ലീറ്റ്ലി ഡിവൈഡ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഈ ക്രൂസൈഡുകൾ ഇങ്ങോട്ട് വരാതിരിക്കുമ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിയാലിറ്റീസ്, ഈ നാട്ടുരാജ്യങ്ങളുടെ പവർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവിടുന്ന് വരുന്ന ഫ്രാങ്കുകളെയും എല്ലാം ആശ്രയിച്ചാണ് ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് സലാഹുദ്ദീൻ്റെ പവർ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഇവരിങ്ങനെ പിന്നെ അതിനുശേഷം മംലൂക്ക് സുൽത്താനേറ്റൊക്കെ വരുന്ന ഒരു കാഴ്ച ഉണ്ടാവുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കൗണ്ടി ഓഫ് ഒഡേസ ഒഡേസ ആദ്യം തന്നെ ടർക്സുകളുടെ ഭാഗത്തേക്ക് 1144 ആകുമ്പോഴത്തേക്കും അത് വീഴും. പിന്നെ പ്രിൻസിപ്പിയാലിറ്റി ഓഫ് ആൻറ്റിയോക്ക് ആവട്ടെ ഒരു 1268 മാംലൂക്ക് സുൽത്താനേറ്റ് ഓഫ് ഈജിപ്റ്റ് ക്യാപ്ചർ ചെയ്യും.
ട്രിപ്പോളി ആവട്ടെ 1289 ആകുമ്പോഴത്തേക്കും മാംലൂക്ക് സുൽത്താനായിട്ട് തന്നെ ഇത് ചെയ്യും. പിന്നെ ആക്ര എന്നുള്ളത് 1291 ഈ മംലൂക്കിന് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള സർവൈവേഴ്സൊക്കെ കിങ്ഡം ഓഫ് സൈപ്രസിലേക്ക്, ഈ തേർഡ് ക്രൂസൈഡിന് ശേഷം ഉണ്ടായിരുന്ന ഈ കിങ്ഡം ഓഫ് ഇവിടെ ഒരു സൈപ്രസിൽ തന്നെ സ്വന്തമായിട്ടൊരു കിങ്ഡം ഓഫ് സൈപ്രസ് ഉണ്ടാക്കിയിട്ടുണ്ടാകും ഈ ക്രൂസൈഡുകാർ. അപ്പോൾ അവർ അവിടത്തേക്ക് ഇവിടെയുള്ളവരൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും 1291 ആകുമ്പോഴത്തേക്കും ഏകദേശം 200 കൊല്ലം 1096 ആദ്യത്തെ അത് 1099 ആ ജെറുസലേം പിടിച്ചു വയ്ക്കിയതിന് ശേഷം 1291 200 കൊല്ലത്തിന് ശേഷം ജെറുസലേം തിരിച്ച് കംപ്ലീറ്റ്ലി ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കയ്യിലേക്ക് വരികയും ചെയ്യുന്നു. ഈ മാംലൂക്ക് സുൽത്താനേറ്റിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ മാംലൂക്ക് സുൽത്താനേറ്റ്സിൽ ഒരു വലിയൊരു ഡൈനാസ്റ്റി ആയിരുന്നു. ഇപ്പോൾ കാണുന്നില്ല ഈ ഈജിപ്തിലെ ഓൾമോസ്റ്റ് ഈജിപ്തിൻ്റെ ഇത് വരുന്ന, പിന്നെ നേരത്തെ പറഞ്ഞ ജെറുസലേമൊക്കെ വരുന്ന, പിന്നെ ഡമാസ്കസിന് സിറിയൊക്കെ വരുന്ന, ആലപ്പോ ഒക്കെ വരുന്ന, അങ്ങ് ബാഗ്ദാദിൻ്റെ തൊട്ട് താഴെയുള്ള ബസ്ര വരെ എത്തുന്ന ഒരു ഡൈനാസ്റ്റി ആയിരുന്നു. ഇത് മൊസൂൾ എന്ന് പറയുന്ന വേറൊരു ഡൈനാസ്റ്റി ഉണ്ട്, വേറൊരു ഗ്രൂപ്പ് അവിടെയുണ്ട്. എന്തായാലും അപ്പോൾ ഈ റെഡ് രീതിയിലുള്ള മാംലൂക്കിൻ്റെ കൈകളിലേക്കാണ് ജെറുസലേം പോകുന്നത്. പിന്നെ അടുത്ത് പോകുന്നത് തീർച്ചയായിട്ടും ഒട്ടോമൻ എംപയറിൻ്റെ കീഴിലേക്കാണ്. ഒട്ടോമൻ എംപയർ തുടങ്ങിയത് 1307 വളരെ ചെറിയൊരു കോൺസ്റ്റാന്റിനോപ്പിളിന് വലത്ത് സൈഡിൽ നൈസിയുടെ അടുത്തായിട്ടാണ് അവർ തുടങ്ങുന്നത്. പിന്നെ അവർ കൂടിക്കൂടി ഒരു 1453 ആകുമ്പോഴേക്കും അവർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നു. പിന്നെ നമ്മൾ കാണുന്ന ഒരു 1400 അവസാനമാകുമ്പോഴത്തേക്കും ഈ 1481 എന്നുള്ള രീതിയിലാകുമ്പോഴേക്കും ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കടലിടുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ, പിന്നെ അവർക്ക് കരം പിരിക്കാനുള്ള എല്ലാതും ഉണ്ട്. അതോടെ ഇതിലൂടെയുള്ള ആ ട്രേഡ് അങ്ങ് അവരുടെ കൈകളിലാവുകയാണ്. അപ്പോൾ ഇതിലൂടെ പണ്ടുണ്ടായിരുന്ന ട്രേഡ് ഇവിടെ വന്ന് ഇവിടെ കംപ്ലീറ്റ്ലി ആലപ്പോയിൽ നിന്ന് പാൽമീറയിലേക്ക് വന്ന്, പാൽമീറയിൽ നിന്ന് ഇങ്ങനെ വന്ന് ബാഗ്ദാദിലേക്ക് വന്ന്, ബാഗ്ദാദിൽ നിന്ന് അങ്ങ് ഹമദാദിലേക്ക് പോയി, ഹമദാദിൽ നിന്ന് മെർവിലേക്ക് പോയി, മെർവിൽ നിന്ന് കഷ്ഗാറിലേക്കും മറ്റും പോകുന്ന, സമർഖണ്ഡിലേക്കും, സമർഖണ്ഡിൽ നിന്ന് കഷ്ഗാറിലേക്കും, കഷ്ഗാറിൽ നിന്ന് കംപ്ലീറ്റ്ലി ചൈനയിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ട്രേഡ് റൂട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന, ഇന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ തീബ്സിലേക്ക് വന്ന് ഈ ഇവിടെ നൈലിലേക്ക് വന്ന് അലക്സാണ്ട്രിയയിലേക്ക് വന്നുള്ള ഓപ്പൺ ആയിട്ടുള്ള മെഡിറ്ററേനിയൻ കിട്ടുന്ന ആ സീ റൂട്ട് മുഴുവനും ഒട്ടോമൻ ടർക്സിൻ്റെ കയ്യിലാവുകയാണ്. അപ്പോഴാണ് നമ്മൾ വാസ്കോ ഡ ഗാമയൊക്കെ പുതിയ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. കാരണം അവർക്ക് ഈ റൂട്ട് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല, അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ വേറെ റൂട്ട് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എന്തായാലും ജെറുസലേം കംപ്ലീറ്റ്ലി ഒട്ടോമൻ ടർക്സിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. പിന്നെ അവർക്കത് തിരിച്ചു കിട്ടുന്നത് ഇത് ഒട്ടോമൻ ടർക്സിൻ്റെ ആ സൈസാണ് നമ്മൾ കാണുന്നത്. അതായത് നേരത്തെ കണ്ട ഫാത്തിമിഡ് എംപയർ ഉണ്ടായിരുന്ന, പിന്നെ അൽ മൊഹാർഡ് എംപയർ ഉണ്ടായിരുന്ന, ഇവിടെ ഉണ്ടായിരുന്ന കാർത്തേജ് ഇവിടെയുണ്ട്, കാർത്തേജിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഫാത്തിമിഡ് എംപയറും മറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന അലക്സാണ്ട്രിയ അതും ഈ കംപ്ലീറ്റ്ലി ഏരിയ മുഴുവനും, ഈ നോർത്തേൺ ആഫ്രിക്ക മുഴുവനും ഒട്ടോമൻ ടർക്സിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. ജെറുസലേം ഒട്ടോമൻ ടർക്സിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. ഡമാസ്കസ് പോവുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഗരമായുള്ള ഡമാസ്കസ്, ബാഗ്ദാദ് അടക്കം, മൊസൂൾ അടക്കം, ആലപ്പോ എന്നുള്ളതിൽ നിന്ന് മനോഹരമായ ചെയിനുകളൊക്കെ ഉണ്ട്, സിറിയയിൽ കിട്ടുന്ന ചെയിനുകൾ, അങ്ങനെ ആലപ്പോ അടക്കം, പിന്നെ ഈ കാണുന്ന അനറ്റോളിയ മുഴുവനായിട്ട് ഒട്ടോമൻ ടർക്സിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. ഒരു സമയത്ത് അവരുടെ പവറിൻ്റെ കൊടുമുടിയിൽ അവർക്ക് അങ്ങ് ബുഡാപെസ്റ്റ് വരെ അവർക്ക് പവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് സീയിലേക്കുള്ള എൻട്രി, അതായത് റഷ്യയിലേക്ക് പോകുന്ന എൻട്രി ഉണ്ടെന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അവരുടെ കംപ്ലീറ്റ്ലി കീഴിലാവുകയാണ്. പിന്നെ ഇങ്ങനെ വന്ന് എന്തായാലും ഈ കംപ്ലീറ്റ്ലി കാണുന്ന ഡാർക്ക് ഗ്രീൻ ഏരിയ, അതായത് ഗ്രീസിൻ്റെ ഏരിയ മുഴുവനും ഒട്ടോമൻ ടർക്സിൻ്റെ കീഴിലാവുകയാണ്. അങ്ങനെ എന്തായാലും പിന്നെ അത് ബ്രിട്ടീഷിൻ്റെ സമയമാകുമ്പോഴത്തേക്കും, അതായത് 1917 ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇവിടത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്, ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിൻ്റെ സമയമാകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഒട്ടോമൻ തുർക്കികളുടെ ഒട്ടോമൻ ടർക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലായിരുന്നു ജെറുസലേം. അപ്പോൾ ജെറുസലേം എന്ന് പറയുന്നത് ഒരു വിലായത്ത് ഓഫ് ഈ സിറിയയുടെ കീഴിലായിരുന്നു. അതിൻ്റെ കീഴെ ജെറുസലേം ഉണ്ട്, കണ്ടില്ലേ, ഇൻഡിപെൻഡൻറ്റ് സഞ്ജുക്ക് ഓഫ് ജെറുസലേം, പിന്നെ സഞ്ജുക്ക് ഓഫ് ബൽക്ക, സഞ്ജുക്ക് ഓഫ് അക്ര, സഞ്ജുക്ക് ഓഫ് ബെയ്റൂട്ട്, പ്രൊവിൻസ് ഓഫ് ലെബനോൺ, സഞ്ജുക്ക് ഓഫ് ട്രിപ്പോളി, സഞ്ജുക്ക് ഓഫ് ലത്താക്കിയ, പിന്നെ വിലായത്ത് ഓഫ് അലപ്പോ,
പിന്നെ ഇവിടെയൊക്കെയാണ് ഇവിടെയൊക്കെയാണ് നമ്മുടെ ആൻറ്റിയോക്ക് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഈ കംപ്ലീറ്റ്ലി പഴയ പേരുകൾ തന്നെയാണ് പിന്നെയും വരുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ടത് 135 അതിൻ്റെ ജെറുസലേമിൻ്റെ പേര് മാറ്റിയിട്ട് സിറിയ പലസ്തീന 1 and 2 എന്നാക്കിയിട്ടുണ്ടായിരുന്നു. ആ പേര് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ജെറുസലേം എന്നുള്ള പേരൊന്നും ഒട്ടൊന്നും ടർക്സ് ഉപയോഗിക്കുന്നില്ല. സിറിയ പലസ്തീന എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഏൻഷ്യൻ പേര് ജെറുസലേം ആയതുകൊണ്ട് അതും കണ്ടിന്യൂ ചെയ്യുന്നു. അതുകൊണ്ട് പലസ്തീൻ എന്നുള്ള പേര് എവിടെ നിന്ന് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് 135 നിന്ന് റോമൻകാർ അതിൻ്റെ പേര് മാറ്റിയതിന് ശേഷം ഉള്ള ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പേര് തന്നെയാണത്. പലസ്തീൻ എന്നുള്ള പേര് എവിടെ നിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഫിലിസ്തീനിൽ നിന്ന് വന്ന പേരാണ്. ഫിലിസ്തീൻ എന്താണ്, പണ്ട് മോസസ് അവരുടെ ജനവിഭാഗത്തെ തിരിച്ച് ലാൻഡ് ഓഫ് ഇസ്രായേലിൽ കൊണ്ടുവരുമ്പോൾ അവർക്ക് അവിടെ ഉള്ള ആളുകളുമായിട്ട് പോരാടേണ്ടി വരുന്നു. ആ പോരാട്ടമൊക്കെ സാംസൺ ആൻഡ് ദലൈല എന്നുള്ള രീതിയിലൊക്കെ കാണേണ്ടി വരുന്നു. അപ്പോൾ ദലൈല എവിടെ നിന്നുള്ള ആളായിരുന്നു? ദലൈല ഫിലിസ്തീൻകാരിയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഈ ഡേവിഡ് ആൻഡ് ഗോളിയാത്ത് എവിടെ നിന്നുള്ള ആളായിരുന്നു? ഫിലിസ്തീനിൽ നിന്നുള്ള ആളായിരുന്നു. അപ്പോൾ ഫിലിസ്തീനിൽ നിന്നാണ് സിറിയ പലസ്തീന വരുന്നത്. സിറിയ പലസ്തീനിൽ നിന്നാണ് വിലായത്ത് ഓഫ് സിറിയയിലൊക്കെ നമ്മൾക്ക് അതിൻ്റെ ഇതായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനായിട്ട് ജെറുസലേമിൻ്റെ സിറിയ പലസ്തീന ഏരിയാസ് പറയാൻ പറ്റുന്നത്. ഇൻഡിപെൻഡൻറ്റ് സഞ്ജുക്ക് ഓഫ് ജെറുസലേം എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അപ്പോഴും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പേര് എന്ന് പറയുന്നത് സിറിയ പലസ്തീന എന്ന് തന്നെയായിരുന്നു. പിന്നെ അത് ബ്രിട്ടീഷുകാരും 1917 ശേഷം അത് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ജെറുസലേമിൻ്റെ ഒരു ഹിസ്റ്ററി. ജുഡായിസിൻ്റെ ഹിസ്റ്ററി ആയിട്ട് ഇഴപിരിഞ്ഞ് കിടക്കുന്ന ഒരു ഹിസ്റ്ററിയാണ്. അതിനാൽ തന്നെ ആരുടേതാണ് ജെറുസലേം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരവില്ല. കാരണം സലാഹുദ്ദീൻ്റെ വാക്കുകളിൽ തന്നെ അതുണ്ട്, ഞങ്ങൾക്കും പ്രഷ്യസാണ് ജെറുസലേം. റിച്ചാർഡ് ലയൺ ഹാർട്ടിന് മുമ്പുണ്ട വാക്കുകളിലും അതുണ്ട്. അവർക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, ക്രൂസൈഡേഴ്സിന് മുഴുവൻ പ്രഷ്യസ് ആയിട്ടുള്ള സിറ്റിയാണ് ജെറുസലേം. അപ്പോൾ അതിനാൽ തന്നെ ആ പോരാട്ടം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുടരുന്നുണ്ടോ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആരുടേതാണ് സിറ്റി, ആ ലാൻഡ് ആരുടേതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇത് നമ്മൾ ജെറുസലേമിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് നോർത്തേൺ യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അവിടെ നിന്നുള്ള ആളുകളാണ് തിരിച്ച് ജെറുസലേമിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മോഡേൺ അലിയയുടെ സമയത്ത് 1890 തുടങ്ങിയ മോഡേൺ അലിയ തിരിച്ച് ഇസ്രായേലിലേക്ക് വരുന്ന ആളുകൾ മുഴുവനും ഈ പണ്ട് ജ്യൂസായിട്ട് അങ്ങ് സ്പെയിനിലേക്കും മറ്റും ഫ്രാൻസിലേക്കും മറ്റും അങ്ങ് ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെട്ട് തിരിച്ച് അങ്ങ് പോളണ്ടിൻ്റെ അടുത്തേക്കും മറ്റും പോയ ആളുകളാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ ആ പോർഷൻ, അതായത് ഈ സർക്കിൾ പൂർത്തിയാക്കാനായിട്ട് ആൻറ്റിസെമിറ്റിസം ഓഫ് ദാറ്റ് സൈഡ്, എങ്ങനെയാണ് അവരിങ്ങനെ പുറന്തള്ളപ്പെട്ടത്, എങ്ങനെയാണ് സ്പെയിനിൽ നിന്ന് അവരെ പുറത്താക്കിയത്. സ്പെയിനിൽ നിന്ന് പുറത്താക്കിയവരുടെ പേരാണ് സെഫാർഡിക് ജ്യൂസ്. അങ്ങ് ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് പുറത്താക്കിയവരുടെ പേരാണ് അഷ്കനാസി ജ്യൂസ്. അപ്പോൾ അഷ്കനാസി ജ്യൂസും സെഫാർഡിക് ജ്യൂസും കൂടിയിട്ടാണ് ഇപ്പോഴത്തെ മോഡേൺ ഇസ്രായേലിൻ്റെ 90% പോപ്പുലേഷനും പൂർത്തീകരിക്കുന്നത്. അതിന് ആക്ച്വലി 80% ഇസ് അഷ്കനാസി ആൻഡ് അറൌണ്ട് 10-15% ഇസ് സെഫാർഡിക്. ബാക്കിയുള്ളത് മിസ്രാച്ചി ജ്യൂസ് എന്നെല്ലാം പറയും. അപ്പോൾ എന്തായാലും ഈ 3-4 വിഭാഗങ്ങൾ കൂടിയിട്ടാണ് ഈ ഇപ്പോഴത്തെ മോഡേൺ ഇസ്രായേലിൽ ഉള്ളത്. അപ്പോൾ അവരുടെ തിങ്കിങ്ങും ഈ ഹിസ്റ്ററിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ അവരുടെ തിങ്കിങ് എങ്ങനെയാണ്, അവരുടെ ആൻറ്റിസെമിറ്റിസം ആ സമയത്ത് എങ്ങനെ അവരുടെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്തു, അവസാനം ആ സർക്കിൾ ഇവിടെ തന്നെ എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത കുറച്ച് സെഷനിൽ നമുക്ക് നോക്കാം. താങ്ക് യു.